എന്തിനാ മനുഷ്യൻ മിണ്ടാതെ പിന്നി വന്ന് നിൽക്കണേ? അവൾ തല ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? ശിവ ഗൗരവത്തോടെ ചോദിച്ചു. എന്തുദ്ദേശം? നീ എന്താ എക്സാം എഴുതില്ലാന്ന് ദേവനോട് പറഞ്ഞേ? എനിക്ക് വയ്യ പഠിക്കാൻ, അതാ. അവൾ അലസമായി പറഞ്ഞ് ബെഡിലേക്ക് ഇരുന്നു. നാളെ മുതൽ മര്യാദയ്ക്ക് പഠിക്കാൻ തുടങ്ങിക്കോണം. ഇവിടെ എന്തായാലും വെറുതെ ഇരുന്ന സമയം കളയല്ലേ, അപ്പൊ ആ സമയം ഇരുന്ന് പഠിച്ചാ മതി. നീ കൂടെ ഇങ്ങനെ പറയല്ല ശിവ, എനിക്ക് ശരിക്കും വയ്യാത്തത് കൊണ്ടാ. ഇതിന്റെ പേര് വയ്യായിക എന്നല്ല, മടിയെന്നാണ്. നിന്റെ ബുക്സ് ഒക്കെ എവിടെയാ? അന്ന് എൻഗേജ്മെന്റ് ടൈമില് ബുക്കെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എനിക്ക് പഠിക്കാൻ ബുക്കൊന്നുമില്ല, അതുകൊണ്ട് പഠിക്കാൻ പറ്റില്ലല്ലോ. അത് സാരില്ല, ബുക്കല്ലേ, അത് ഇവിടെ നിന്ന് വാങ്ങാം. ഏയ്യോ അതൊന്നും വേണ്ട ശിവ. ആ വിചാരം മോന്റെ മനസ്സിൽ വെച്ചാ മതിയുടെ കള്ളക്കളവാ. നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എങ്ങനെ എളുപ്പമൊന്നും ഒഴിഞ്ഞു പോവില്ല. നിന്നെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, പാറുടെ മനസ്സിൽ പറഞ്ഞു.